എല്ലാവർക്കും നമസ്കാരം. പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ തിയറി പാർട്ടുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. അപ്പം ഇന്ന് നമ്മൾ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് നോക്കുന്നത്. ഇവിടെ ഒരു ബാനർജി ക്ലബിൻ്റെ കുറച്ച് റെസീവ്സുകളും പേയ്മെൻറ്റ്സുകളും ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ടി ഫോമിലാണ് നമ്മൾ വരയ്ക്കുന്നത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റുകളും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സും വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്. അതായത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണ്. അകത്തേക്ക് വരുന്നതിനേക്ക് ഡെബിറ്റ് ചെയ്യുക, പുറത്തോട്ട് പോകുന്നതിനേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ റെസിപ്റ്റുകൾ അകത്തോട്ട് വരുന്നത് കൊണ്ട് ക്ലബിനുള്ളിലേക്ക് വരുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ പേയ്മെൻറ്റ്സ് ക്ലബിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ഐറ്റത്തിനേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഓരോ ഐറ്റംസും റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബാനർജി ക്ലബിൻ്റെ ക്യാഷ് ഇൻ ഹാൻഡ് 450 റുപ്പീസ് ഉണ്ട്. 450 രൂപ അവരുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? അവരുടെ റെസിപ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡ്, ബ്രാക്കറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് കാണിച്ചാൽ മതി. ബാലൻസ് ബ്രോ ഡൗൺ 450 റുപ്പീസ് ആണ്. അപ്പോൾ എമൗണ്ട് കോളത്തിൽ 450 എഴുതുക. ഇനി നെക്സ്റ്റ് ഐറ്റം പറഞ്ഞിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. ഒരു 3950 റുപ്പീസ് ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ? നമ്മൾ മാസവരി എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ക്ലബിലെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ക്ലബിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിരിച്ചെടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അത് ചിലപ്പോൾ മന്ത്ലി പിരിച്ചെടുക്കാം, ചിലപ്പം വീക്കിലി പിരിച്ചെടുക്കാം. ഇത് ക്ലബ് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് അവർ പിരിച്ചെടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. ക്ലബിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെമ്പേഴ്സ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ക്ലബ് അല്ലെങ്കിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞു, അതൊരു ഇൻകം ആണ്, ക്ലബിന് അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? റെസീപ്റ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ തന്നെ എഴുതാം. സബ്സ്ക്രിപ്ഷൻ 3950 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം ഡൊണേഷൻ ആണ്. 1000 റുപ്പീസ് ഡൊണേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. സംഭാവനകൾക്ക് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് ഡൊണേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് റെസിപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്റ്റ് സൈഡിൽ അടുത്ത ഐറ്റം റെക്കോർഡ് ചെയ്യാം. ഡൊണേഷൻസ് 1000. നെക്സ്റ്റ് വരുന്നത് എൻട്രൻസ് ഫീ ആണ്. എന്ന് വെച്ചാൽ ഈ ക്ലബിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒറ്റ തവണ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് എൻട്രൻസ് ഫീസ്. ഇത് 450 ആണ്. ക്ലബിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ഇത് എവിടെ തന്നെ ആയിരിക്കും വരുന്നത്? റെസിപ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം അടുത്തത് എൻട്രൻസ് ഫീയുടെ എമൗണ്ട് വരുന്നത് 450 രൂപയാണ്. റെന്റ് ഫ്രം ക്ലബ് ഹാൾ അടുത്ത ഐറ്റം തന്നേക്കുന്നതാണ്. 600 റുപ്പീസ് റെന്റ് ഫ്രം ക്ലബ് ഹാൾ എന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത്. ക്ലബിന്റെ ഹാള് റെന്റിന് കൊടുക്കുമ്പം അതിന് കിട്ടുന്നതാണ്. റെന്റ് ഫ്രം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊരു ഇൻകം ആണ്. അപ്പോൾ അത് എവിടെ തന്നെയാണ് വരുന്നത്? റെസീപ്റ്റ് സൈഡിൽ റെന്റ് ഫ്രം ക്ലബ് ഹാളിൽ നിന്ന് കിട്ടുന്ന റെന്റ് 600 റുപ്പീസ്. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്. ഒരു 350 റുപ്പീസ് ഇലക്ട്രിസിറ്റി ചാർജസ് തന്നിട്ടുണ്ട്. അത് അവരുടെ പേയ്മെന്റ്സ് ആണ്, കയ്യിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ചാർജസ് ഒരു 350 റുപ്പീസ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ടാക്സസ് ആണ്. ക്ലബ് അടച്ച ടാക്സ് ആണ്. അപ്പോൾ അത് എന്താണ്? പേയ്മെന്റ് ആണ്. ടാക്സ് 100. നെക്സ്റ്റ് വരുന്നത് സാലറീസ് ആൻഡ് വേജസ്. നമുക്കറിയാം ക്ലബിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള എമൗണ്ടുകളാണ്. അപ്പോൾ അത് പേയ്മെന്റ്സ് ആണ്.
സാലറീസ് ആൻഡ് വേജസ് 2450, 2450 രൂപയാണ് സാലറീസ് ആൻഡ് വേജസ് വന്നിരിക്കുന്നത്. പിന്നെ ഹോണറേറിയം പെയ്ഡ്. ഈ ഹോണറേറിയം എന്ന് പറഞ്ഞാൽ സാലറി അല്ലാതെ ഒരാളുടെ കൺസൾട്ടൻസി സർവീസിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ആണ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ ടീച്ചേഴ്സ് അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ തരാറുണ്ട്. അപ്പം അവർക്ക് കൊടുക്കുന്ന ആ എമൗണ്ടിനെ നമ്മൾ ഹോണറേറിയം എന്നാണ് പറയുന്നത്. സാലറിയോ അങ്ങനെയുള്ള കമ്മീഷനോ അങ്ങനെയൊന്നും അല്ല, സാലറി വേജസ് ഒന്നും അല്ല കൊടുക്കുന്നത്, അവരുടെ കൺസൾട്ടൻസി സർവീസിന് കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഐറ്റത്തിനെയാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. അത് ഈ ക്ലബിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന എമൗണ്ട് ആണ്, ഒരു എക്സ്പെൻസ് ആണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഒരു എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ഹോണറേറിയം എക്സ്പെൻസ് സൈഡിൽ കാണിക്കുക 300 rupees. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ക്ലബിന് കിട്ടിയതാണ്. അപ്പോൾ അതിൽ തന്നെ ഐറ്റത്തിൽ തന്നെ അത് എന്തായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, റെസിപ്റ്റ് ആണ്, റിസീവ്ഡ് ആണ്. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ കാണിക്കുക ഇൻട്രസ്റ്റ് എത്രയാണ്, 350. നെക്സ്റ്റ് പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി ആണ്. അതൊരു എക്സ്പെൻസ് ആണ് അല്ലേ, പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി ഞാൻ പേയ്മെന്റ് സൈഡിൽ എഴുതി 150 rupees ആണ്. പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി 150 rupees. പെറ്റി ക്യാഷ് പേയ്മെന്റ്സ്, ചെറിയ ചെറിയ പേയ്മെന്റ്സിനെയാണ് പെറ്റി ക്യാഷ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതും പേയ്മെന്റ് സൈഡിൽ കാണിച്ചു 100 rupees. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, അതും പേയ്മെന്റ് ആണ്. എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 90 rupees. ലാസ്റ്റ് ഐറ്റം പറഞ്ഞിരിക്കുന്നത് ലോക്കർ റെന്റ് റിസീവ്ഡ്. റിസീവ്ഡ് ആണ്, ഈ ക്ലബിന് കിട്ടിയ റെന്റ് ആണ്. അപ്പം അതെന്ത് ചെയ്യണം, റിസീവ് സൈഡിൽ കാണിക്കുക. റെന്റ് റിസീവ്ഡ് ₹1200. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റവും ഇതിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുമായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്നത് അറിയാമല്ലോ എങ്ങനെയാണ്, രണ്ട് സൈഡും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം ഏതാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് വരുന്നത്. ഇത് കാണുമ്പോഴത്തേനും നമുക്കറിയാം റെസിപ്റ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അല്ലേ, കൂടുതൽ എമൗണ്ടുകൾ, വലിയ എമൗണ്ടുകളൊക്കെ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ റെസിപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് രണ്ട് വശത്തോട്ടും ഏകദേശം ഒരേപോലെ അങ്ങ് ആ എമൗണ്ട് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 7990 ആണ് നമുക്ക് കിട്ടുന്നത്. അത് രണ്ട് സൈഡിലോട്ടും 7990 രണ്ട് സൈഡിലോട്ടും എഴുതുക. ഇനി ചെയ്യേണ്ടത് ഈ റെസീവ് സൈഡിലായിട്ട് 7990 നിന്ന് ഈ ഐറ്റം കൂട്ടി കിട്ടുന്നത് കുറക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ഓരോ ഐറ്റവും കുറച്ചാൽ മതി. അപ്പം നമുക്ക് ബാലൻസ് ഫിഗർ കിട്ടും. ബാലൻസ് തുടങ്ങിയത് ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞാണ്. അപ്പം അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കണം, ബാലൻസ് ക്യാരി ഡൗൺ. ഇതും കയ്യിലുള്ള ക്യാഷ് തന്നെയാണ്, ക്യാഷ് ഇൻ ഹാൻഡ് ആണ് കാണിക്കുന്നത്. അപ്പം ഇത് ഈ എമൗണ്ടിൽ നിന്ന് ഈ എല്ലാ എമൗണ്ടുകളും കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4450 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ആൻസർ. എന്ന് വെച്ചാൽ ഇത്രയും റെസിപ്റ്റുകളും പേയ്മെന്റ്സുകളും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പീരീഡിൽ ഈ ബാനർജി ക്ലബിന്റെ കയ്യിൽ 4450 രൂപയായിരിക്കും മിച്ചം ഉണ്ടാകുന്നത്. അവരുടെ കയ്യിലുള്ള എമൗണ്ട് ആണ്, സർപ്ലസ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്നാണ് വിശ്വസിക്കുന്നത്.